ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൻ്റെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾക്കും മനോഹരമായ ബീച്ചുകൾക്കും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേര് കേട്ടതാണ് ഇത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ആധുനിക ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും പരമ്പരാഗത വാസ്തുവിദ്യയുടെയും ഒരു മിശ്രണമാണ് നഗരത്തിനുള്ളത്. ഇത് സവിശേഷമായ മിശ്രിതമാക്കി മാറ്റുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ളതിനാൽ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക വൈവിധ്യവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ബാലരാമപുരം എന്ന മനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ മനോഹരമായ ഗ്രാമം അതിൻ്റെ ശാന്തമായ ചുറ്റുപാടുകൾക്ക് മാത്രമല്ല, സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ടതാണ്. ബാലരാമപുരത്തെ കേരളാസാലികൾ കലാതീതമായ സൗന്ദര്യത്തിനും സമാനതകളില്ലാത്ത കരകൗശലത്തിനും പേരുകേട്ടതാണ്. കൈത്തറി നെയ്ത്ത് ആദ്യമായി ആരംഭിച്ചത് ബാലരാമപുരത്താണ്. ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് പഞ്ചായത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. രാജകുടുംബാംഗങ്ങൾക്ക് തുണി നെയ്യാൻ തമിഴ്നാട്ടിൽ നിന്ന് 7 നെയ്ത്തുകാരൻ കുടുംബങ്ങൾ ഇപ്പോൾ ഷാലിയാർ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഷാലിയാർ താമസമാക്കിയത്. നിലവിലെ താമസക്കാരിൽ പലരും യഥാർത്ഥ 7 കുടുംബാംഗങ്ങളുടെ പിൻഗാമികളാണ്. നെയ്ത്തുകാർക്ക് അവരുടെ സാധനങ്ങളുടെ വിൽപ്പന സുഗമമാക്കുന്നതിന് സൗകര്യപ്രദമായ സ്ഥലത്താണ് മാർക്കറ്റ് പ്ലേസുകൾ തുറന്നത്. മുമ്പ് ബാലരാമവർമ്മ മഹാരാജാവ് ഇവിടെ എല്ലാ ആൾക്കാർക്കും 8.5 സെൻറ്റ് വെച്ച് എഴുതി കൊടുത്തതാണ്. ഇപ്പോഴേ 200 എന്നുള്ളത് ഒരു 10,000 കുടുംബങ്ങളൊക്കെ ആയി. പക്ഷേ ഈ തൊഴിൽ ചെയ്യുന്നവർ വളരെ എണ്ണാവുന്നതേ ഉള്ളൂ. പരുത്തി തുണിത്തരങ്ങൾ മാത്രമായി നിർമ്മിക്കുന്നതിന് ബാലരാമപുരത്തെ നെയ്ത്തുകാർ പരമ്പരാഗത തരം ത്രോ ഷട്ടിൽ പീറ്റ് ലൂമുകൾ ഉപയോഗിക്കുന്നു. തുണിയുടെ മുൻവശത്തും പിൻവശത്തും വാർപ്പ്, വെസ്റ്റ് സ്ട്രൈപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള ഡിസൈനുകളുടെ സമാനമായ രൂപം നെയ്ത്തിൻ്റെ ഈ സാങ്കേതികതയിലൂടെ ലഭിക്കുന്നു. ഈ പ്രദേശത്തെ തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതികളിലും തറികളിലും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കുടവയും കവനയും എന്നറിയപ്പെടുന്ന ഇനം ഇപ്പോഴും വിവാഹങ്ങളിൽ അഭിമാനകരമായി തുടരുന്നു. ബാലരാമപുരം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും സാരി പ്രേമികൾക്കും പലപ്പോഴും സാരി നെയ്ത്തിൻ്റെ സങ്കീർണമായ പ്രക്രിയ നേരിൽ കാണാനും നെയ്ത്തുകാരിൽ നിന്ന് നേരിട്ട് ഉയർന്ന നിലവാരമുള്ളതും ആധികാരികവുമായ കേരള സാരികൾ വാങ്ങാനും അവസരമുണ്ട്. My name is Aya Tahala. I'm from Japan. Interested in handloom, and I want to see the product, and also I want to see how to making the handloom, who is making handloom, just so. ഈ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് ബാലരാമപുരത്തെ നെയ്ത്തുകാർ അവരുടെ പരമ്പരാഗത വൈദഗ്ധ്യങ്ങൾ തലമുറകളിലേക്ക് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ കേരളത്തിൻ്റെ പൈതൃകത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയുടെയും കലാപരമായ വൈഭവത്തിൻ്റെയും തെളിവാണ്. എൻ്റെ പേര് ഇന്ദിര. 45 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങി. നമുക്ക് മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് നെയ്യാൻ. വെയിലത്ത് വലിയ കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോകും അഡ്ജസ്റ്റ് ചെയ്ത്. സീസൺ അനുസരിച്ച് ജോലി ചെയ്യാൻ വേണ്ടി ഇപ്പോഴും പറ്റില്ല, അതിനുള്ള ആരോഗ്യവുമില്ല, നമ്മളങ്ങനെ ചെയ്യുകയില്ല. നെയ്ത്ത് വ്യവസായത്തിൽ പവർ ലൂമുകളുടെ ആവിർഭാവവും തുണി ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും കാരണം പ്രദേശവാസികൾക്ക് അതേ വ്യവസായത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രയാസമാണ്. പരമ്പരാഗത നെയ്ത്ത് മേഖലയിലെ ഈ സാമ്പത്തിക അവസരത്തിൻ്റെ അഭാവം യുവതലമുറയിലെ നിരവധി അംഗങ്ങളെ പാരമ്പര്യം ഉപേക്ഷിച്ച് ഉന്നത വിദ്യാഭ്യാസവും മറ്റു മേഖലകളിൽ ജോലിയും തേടാൻ പ്രേരിപ്പിച്ചു. ഈ മാറ്റങ്ങളുടെ മറ്റൊരു കാരണം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റിന് കുറഞ്ഞ വിലയാണ്. മുത്തുകൃഷ്ണനാണ് എൻ്റെ പേര്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ്. ആ ഒരു കാലം മുതലേ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ മോൻ്റെ ഇത് 7ാമത്തെ ജനറേഷൻ.
പക്ഷേ അടുത്ത ജനറേഷനൊന്നും ഇത് കണ്ടിന്യൂ ചെയ്യില്ല. കൈത്തറി നെയ്ത്തുകാരുടെ ഓവർഹെഡുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറികളേക്കാൾ വളരെ ഉയർന്നതാണ്. മാത്രമല്ല ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ അവരുടെ ബിസിനസ്സുകൾക്ക് പൊങ്ങിക്കിടക്കുവാൻ ബുദ്ധിമുട്ടാണ്. കൈത്തറി നെയ്ത്തുകാർക്കായി നേരത്തെ കരുതി വച്ചിരുന്ന നെയ്ത വസ്ത്രങ്ങൾ ഇപ്പോൾ പവർ ലൂമുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ തുറന്നിരിക്കുന്നു. നോൺ അവൈലബിലിറ്റി റോ മെറ്റീരിയൽ, പിന്നെ പാവ്, കസവ്, നൂല് ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാലേ ഈ തൊഴിൽ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുള്ളൂ. മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. പവർ ലൂമിനേക്കാളും ഹാൻഡ് ലൂമിന് നല്ല മാർക്കറ്റിംഗ് ആണ്. ഓരോ വർഷവും ഡിമാൻഡ് കൂടി വരികയാണ്. സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. 1990 വരെ ബാലരാമപുരത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾക്ക് മികച്ച വിപണി സാധ്യതയുണ്ടായിരുന്നു. പ്രദേശത്തെ നെയ്ത്തുകാർ ന്യായമായ വരുമാനം നേടുകയും മെച്ചപ്പെട്ട ജീവിത നിലവാരം നിലനിർത്തുകയും ചെയ്തു. ഏകദേശം 5100 തറികൾ ഇത്തരം തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. കാലാതീതമായ ചാരുത, സങ്കീർണമായ ഡിസൈനുകൾ, ചരിത്രപരമായ പ്രാധാന്യം എന്നിവയാൽ ഈ സാരികൾ മലയാളി സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരുന്നു. അതേസമയം ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുന്നു. കൈകൊണ്ട് നെയ്തെടുത്ത ഈ മാസ്റ്റർ പീസുകളുടെ കലാവൈഭവത്തെ നമ്മൾ ആഘോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ ഈ പഴക്കമുള്ള കരകൗശലത്തിൻ്റെ സംരക്ഷണവും പ്രോത്സാഹനവും ഉറപ്പാക്കേണ്ടത് നമ്മളുടെ കൂട്ടായ ഉത്തരവാദിത്തമായി മാറുന്നു. ഇത് വരും തലമുറകൾക്ക് പൈതൃകം ഉറപ്പാക്കുന്നു.